ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സർജറി കൂടാണ്ട് ഫാറ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്. പ്രധാനമായിട്ട് 3 ടെക്നോളജിയാണുള്ളത്. 1 കൂൾ സ്കൾപ്റ്റിംഗ്, 2 വാം സ്കൾപ്റ്റിംഗ്, 3 ഇലക്ട്രോമാഗ്നറ്റിക് സ്റ്റിമുലേഷൻ. കൂൾ സ്കൾപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ് ഏതാണ്ട് -13 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഫ്രീസ് ചെയ്യും. ഇതിന് ക്രയോലൈപ്പോലൈസിസ് എന്ന് പറയും. വാം സ്കൾപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ് ഏതാണ്ട് 42-43 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഹീറ്റ് ചെയ്യും. ഇതിന് ലേസർ ലൈപ്പോലൈസിസ് എന്ന് പറയും. ഈ 2 ഫാറ്റും ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് നാച്ചുറലായിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകും. റിസൾട്ട് കാണാനായിട്ട് 3 മാസത്തോളം പിടിക്കും. അടുത്തൊരു ടെക്നോളജിയാണ് ഹോൾ ബോഡി ഇലക്ട്രോമാഗ്നറ്റിക് സ്റ്റിമുലേഷൻ. ഇത് കലോറി സ്പെൻഡ് ചെയ്യാനും മസിൽ ഡെവലപ്പ് ചെയ്യാനും ഉപയോഗിക്കുന്നു. ഈ 2 ഫാറ്റ് റെഡ്യൂസിങ് ടെക്നിക്കും ഹോൾ ബോഡി ഇലക്ട്രോമാഗ്നറ്റിക് സ്റ്റിമുലേഷൻ ടെക്നിക്കും ഉപയോഗിച്ച് നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനും സാധിക്കും.